ഇന്നത്തെ പത്രങ്ങളിൽ കെ സുധാകരൻ AK ആന്റണിയോടൊപ്പം നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. AK ആന്റണി ഇപ്പോൾ അങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ അധികം പ്രത്യക്ഷപ്പെടാറില്ല. പക്ഷേ കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്ന ഒരു ചിത്രം. ഞാൻ ചോദിക്കുന്നത്, KPCC പ്രസിഡന്റായി അദ്ദേഹം തിരികെ വന്നു. AK ആന്റണിയുടെ ഇടപെടൽ കൊണ്ടാണോ അദ്ദേഹത്തിന് KPCC പ്രസിഡന്റായി തിരികെ വരാൻ പറ്റിയത്? അല്ല, ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ സന്ധിച്ചത് തന്നെ ഓർക്കാപ്പുറത്താണ്. സുധാകരൻ ചെല്ലുകയായിരുന്നു അവിടെ. അതാണല്ലോ അദ്ദേഹം ഈ ബനിയനിട്ടുകൊണ്ട് ഒരു വാതിലിന്റെ വളരെ അപൂർവമായ ഒരു ചിത്രമാണ്. ബനിയനിട്ടൊന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. VS-നെ കണ്ടിട്ടുണ്ട്. അതെ അതെ. ഇതെങ്ങനെ സാധാരണ അങ്ങനെ പ്രദർശനാത്മകമായി വന്നിട്ടില്ല. ഇല്ല. അപ്പോൾ സ്വാഭാവികമായും സുധാകരൻ ചെന്ന് കണ്ടതാണ്. ഒരു എന്താ പറയുക, ഒരു ഗുരുതുല്യനായ അല്ലെങ്കിൽ ശ്രേഷ്ഠനായ നേതാവ് എന്ന മട്ടിൽ അദ്ദേഹത്തോട് കണ്ട് പറഞ്ഞിട്ട് ചാർജ് എടുക്കാം എന്ന് കരുതി ചെന്നതായിരിക്കണം. അല്ല, ഇതുവരെ അദ്ദേഹം അങ്ങനെ പോയിട്ട് ആന്റണിയെ സന്ദർശിക്കുകയോ അങ്ങനെ നമുക്ക് നമ്മുടെ കാണാറില്ല. അതിനുള്ള അവസരം കിട്ടി കാണത്തില്ല. ഇത്തവണ അദ്ദേഹം പക്ഷേ കൃത്യമായി ആന്റണിയെ ചെന്ന് കണ്ടു. മറ്റാരെയും കണ്ടതായിട്ട് അത് സാധാരണ ആന്റണി ഒരു 4 മണി കഴിയുമ്പോൾ KPCC ഓഫീസിൽ വരുന്നതാണ്. അപ്പം അതിനു മുമ്പാണ് ചാർജ് എടുക്കാൻ സുധാകരൻ തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം വീട്ടിൽ പോയി കണ്ട് അനുഗ്രഹം വാങ്ങി വന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ. ഈ കെ സുധാകരൻ കോൺഗ്രസിൽ ഒറ്റപ്പെട്ടോ? ഇപ്പോൾ കോൺഗ്രസ് ഒറ്റപ്പെട്ടതല്ല. ഇതിനകത്ത് ഒരുപാട് മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഇട്ടലക്കി. ഇനി അദ്ദേഹത്തിനെ തിരിച്ചെടുക്കത്തില്ല, കുഴപ്പത്തിലാക്കും, അപ്പോൾ എവിടെ പോകും, എങ്ങനെയാകും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് താർക്കിക വിഷയങ്ങളുണ്ടായിരുന്നു. നമ്മളൊന്ന് ചെയ്തതാണ്. ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് വലിയ പ്രശ്നങ്ങളില്ലാതെ ചാർജ് എടുക്കും എന്ന്. ഈ കോൺഗ്രസിനകത്ത് ചാർജ് വിട്ടു നിൽക്കുകയും ചാർജ് എടുക്കുകയും ചെയ്യുന്നത് ഒരു സാധാരണ സംഭവമാണ്. വളരെ വികാരഭരിതമായ ഒരു രംഗത്തിന് ഞാൻ സാക്ഷിയായിരുന്നു. ഈ AK ആന്റണിയും കരുണാകരനും തമ്മിലുള്ള ഒരു ഡീൽ ഉറപ്പിച്ചപ്പോൾ ആ ഡീലിൻ്റെ അന്തസത്ത, എന്ത് ഡീലാണെന്ന് ചോദിക്കുന്നില്ല, അല്ല പറഞ്ഞോളാം. ആ ഡീല് ഒന്ന് AK ആന്റണി മുഖ്യമന്ത്രിയാകുക, K മുരളീധരൻ KPCC പ്രസിഡന്റ് ആവുക. അപ്പം അങ്ങനെ ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി അപ്പോൾ KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന തെന്നല ബാലകൃഷ്ണപിള്ള സ്ഥാനം ഒഴിയേണ്ടതാണ്. അപ്പോൾ സ്ഥാനം ഒഴിയാൻ തീരുമാനിക്കപ്പെട്ടു. സ്ഥാനം ഒഴിയുന്ന മുഹൂർത്തത്തിലൊക്കെ ഞങ്ങൾ അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ നിറവഴികളോടെ ആയിരിക്കണം തെന്നല ആ സ്ഥാനം ഒഴിഞ്ഞത്. അപ്പോൾ അത് ഓർക്കാപ്പുറത്താണ്. നല്ല ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വന്ന സമയമാണ്. തെന്നല എന്നാൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടാണ് തീരുമാനം വന്നത്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഭൂരിപക്ഷത്തിൽ ഒരു പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെ പ്രസിഡന്റിനെ മാറ്റുന്നത്. യെസ്, ആയിരിക്കണം. കാരണം അത് കൊച്ചു കാര്യമായില്ല. പലരുടെയും കണ്ണ് നനയിച്ച ഒരു സംഭവമാണ്. എന്നെയും വളരെ വേദനിപ്പിച്ചതാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ഒരു സമയം കൊടുത്ത് അതിനൊരു ഇതൊക്കെ കൊടുത്ത് വേറെ കംഫർട്ടബിളായ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ട് ചെയ്യാമായിരുന്നു. കാരണം മുഖ്യമന്ത്രി AK ആന്റണി അല്ലേ. അപ്പോൾ അത് ചെയ്യാതെ ഇതിങ്ങനെ ചെയ്തതുകൊണ്ട് ആളുകൾക്കിടയിൽ ഒരു അമർഷമുണ്ടായി. എന്നാലും K മുരളീധരന് ഷാഠ്യമായിരുന്നു, K കരുണാകരനും ഷാഠ്യമായിരുന്നു ഇങ്ങനെ സ്ഥാനത്ത് ചൊല്ലി കാര്യങ്ങൾ ചെയ്യണം. റിസൾട്ട് വന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ. കാരണം അല്ലെങ്കിൽ ആന്റണി മുഖ്യമന്ത്രിയാകാൻ ചിലപ്പോൾ സമ്മതിക്കാതിരിക്കാം താൽക്കാലികമായി. പക്ഷെ ഹൈക്കമാൻഡ് AK ആന്റണിക്ക് അനുകൂലമായിരുന്നു. അപ്പോൾ പിന്നെ ഝടുതിയിൽ അപ്പോൾ AK ആന്റണിക്ക് ചില സ്വഭാവങ്ങളുണ്ടല്ലോ, ചില വിട്ടുവീഴ്ചകൾ ചെയ്യും. തൻ്റെ കാര്യത്തിന് വേണ്ടിയും കരുണാകരൻ്റെ കാര്യത്തിന് വേണ്ടിയും ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന ഒരു ഭാഗം ഇതിനു മുമ്പ് ഉണ്ടായി. K മുരളീധരനെ MP ആക്കുന്നതിന് വേണ്ടി കരുണാകരൻ മൂത്രമൊഴിക്കാൻ പോയ സമയത്ത് MP ആക്കി. അപ്പോൾ അങ്ങനെയൊക്കെ ചില കൗശലങ്ങൾ അല്ലെങ്കിൽ തന്ത്രങ്ങൾ ആന്റണിയും മെനയാറുണ്ട്. അപ്പോൾ ഇത് സുധാകരൻ്റെ കേസ് പറയുമ്പോൾ സുധാകരൻ അവരുടെ ഡീലനുസരിച്ച്, കാരണം ഇത് ഡീലെന്ന് ഞാൻ പറയുന്നു, ഡീലനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ചാർജ് എടുക്കാവുന്ന, ചാർജ് വിടാവുന്ന ഒരു പരുവത്തിലാണ് അവർ സ്ഥാനം ഒഴിഞ്ഞതും
സ്ഥാനം ആക്ടിംഗ് പ്രസിഡന്റിൻ്റെ മട്ടിൽ എം ഹസന് കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായി അന്ന് തന്നെ ചാർജ് 4-ാം തീയതി കഴിഞ്ഞെടുത്താൽ മതി എന്ന ഒരു ധാരണ എല്ലാവർക്കും ഉള്ളിലുണ്ടായിരുന്നു, എല്ലാ നേതാക്കന്മാരുടെയും ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഈ പൊങ്കാലയിട്ടുകൊണ്ട് മാധ്യമങ്ങൾ ഓരോ വാർത്തകൾ പ്രചരിപ്പിക്കുകയും സുധാകരനെ ഇനി ചാർജ് കൊടുക്കത്തില്ല എന്നൊക്കെ പറയുകയും ചെയ്തപ്പോൾ സുധാകരന് വാശിയായി, അത് ചാർജ് എടുക്കണം എന്ന മട്ടിലായി. അപ്പോൾ ഇതിനകത്ത് ചാർജ് ഒഴിഞ്ഞു പോകുമ്പോൾ അവിടുത്തെ മിനിറ്റ്സ് ബുക്കിൽ ചാർജ് കൈമാറുന്നു എന്ന മട്ടിലാണ്, അല്ലെങ്കിൽ ചാർജ് ഒഴിയുന്നു എന്ന മട്ടിലാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് സുധാകരനെ ചൊടിപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായി കാണുന്നു. KPCC ഓഫീസിനകത്ത് ചില തീരുമാനങ്ങൾ എടുക്കുകയും സുധാകരൻ നടപ്പിലാക്കിയ പല നടപടികളെയും ഹസൻ മാറ്റുകയും ചെയ്തു. പിന്നെ സുധാകരൻ്റെ കാലത്ത് സസ്പെൻഡ് ചെയ്ത 1-2 പേരെ ഇദ്ദേഹം എടുക്കുകയും ചെയ്തു. അത് മാത്രമല്ല, ഹസൻ ഇട്ടിരുന്ന കസേരയുടെ ദിശ ഇപ്പോൾ സുധാകരൻ മാറ്റിയിട്ടുണ്ട്. ഇവർക്കൊക്കെ ഈ ജ്യോത്സ്യ പ്രമാണം അനുസരിച്ച് ദിശ എങ്ങോട്ടായിരിക്കണം ഹസൻ പലപ്പോഴും മാറ്റിയിട്ടായിരിക്കും സുധാകരൻ. അല്ല, അതെല്ലാവരും അങ്ങനെയാണ് സാധാരണ. ഒരു സ്ഥാനത്തിരിക്കുന്ന, ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നു, എൻ്റെ സ്ഥാനത്തേക്ക് വേറൊരാൾ വരികയാണെങ്കിൽ മാന്യതയുടെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാനത്തിന് അടുത്ത് വേറൊരു ചെയറിട്ടിട്ട് അവിടെ ഇരിക്കും. അതാണ് സാധാരണ മര്യാദ ചെയ്തിട്ടുള്ളത് ആളുകൾ. അപ്പോൾ ഇതെങ്ങനെയായിരുന്നു ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പഴി മുഴുവൻ മാധ്യമങ്ങളുടെ പുറത്താണ്. ഈ മാധ്യമങ്ങളാണ് വാർത്ത സൃഷ്ടിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഏപ്രിൽ 26-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിനുശേഷം ഇദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് കാര്യമായ ചർച്ചയൊന്നും നടക്കുന്നില്ല. മെയ് 4-ാം തീയതി KC വേണുഗോപാലും നമ്മുടെ ചാർജുള്ള ദീപാദാസ് മുൻഷിയും വരുന്നു. അവരുടെ നേതൃത്വത്തിലും ചർച്ച നടക്കുന്നു. സുധാകരൻ ചെല്ലുന്നു. കസേരയിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ദിശ മാറ്റിയിട്ട കസേര തിരിച്ചിട്ടിട്ടിരിക്കാം എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. നടക്കുന്നില്ല. അതിനു മുമ്പ് ആ മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഉന്നത അധികാര കമ്മിറ്റിയുടെ ഒരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഒന്ന് വിശകലനം ചെയ്യുക, ഇലക്ഷൻ വിശകലനം ചെയ്യുക, ഭാവി പരിപാടികളെക്കുറിച്ച് ചിന്തിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുധാകരൻ ചെന്നത്. പക്ഷെ അന്ന് തന്നെ സുധാകരന് ചാർജ് എടുക്കാൻ കഴിയും എന്ന് സുധാകരനും കരുതിയില്ല, അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ല. പിന്നെ പക്ഷെ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പത്രക്കാർക്ക് എന്തെങ്കിലും വിഷയം വേണ്ടേ, ചാനലുകാർക്ക് എന്തെങ്കിലും വിഷയം വേണ്ടേ? പത്രക്കാർക്കൊക്കെ ചോർന്ന് കിട്ടുമല്ലോ. അല്ല, ചോർന്ന് കിട്ടാൻ അവിടെ വഴിയില്ലായിരുന്നു. അപ്പോൾ ഝടുതിയിൽ സുധാകരൻ ഏറ്റെടുക്കുകയായിരുന്നു ചാർജ്. അപ്പോൾ സ്വാഭാവികമായി ഹസൻ വന്നില്ല. അത് മനഃപൂർവ്വമാണോ അല്ലയോ? ഹസൻ വന്നില്ല, സതീശൻ വന്നില്ല. അത് ചിലപ്പോൾ ഈ ദിവസം നേരത്തെ പറയാത്തത് കൊണ്ട് സതീശന് മറ്റു പ്രോഗ്രാമിൽ പറഞ്ഞിരിക്കുന്നത് സതീശൻ ബഹുമുഖ പ്രതിഭയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് വന്നില്ല. പക്ഷെ അങ്ങനെയല്ലേ വരേണ്ടതായിരുന്നു എന്നും പറയുന്നത്. അതാണ് ഒരു മര്യാദയ്ക്ക് വരേണ്ടതായിരുന്നു. നീരസമുണ്ടോ ഇങ്ങനെ മാറിയതിന്? അല്ല, ഹസന് 4-ാം തീയതി വരെ തുടരണമെന്നുണ്ടായിരുന്നു. കാരണം അതായിരുന്നു ഒരു പ്രോട്ടോകോൾ. ഈ സുധാകരൻ പ്രസിഡന്റ് ആയതിനു ശേഷം പ്രബലമായ 2 ഗ്രൂപ്പുകൾ, എയും ഐയും, അവര് രണ്ടും കാര്യമായി ഇദ്ദേഹത്തിന് പിന്തുണ കൊടുത്തിരുന്നില്ല എന്നുള്ളൊരു തോന്നൽ സുധാകരന് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും തോന്നിയിട്ടുണ്ടോ? അത് ചില ഘട്ടങ്ങളിലാണ്. ഇപ്പം തന്നെ കോൺഗ്രസിനകത്ത് 100 കണക്കിന് മണ്ഡലം പ്രസിഡന്റുമാരെ വെച്ചിട്ടില്ല. അതെ, പുനഃസംഘടന കംപ്ലീറ്റ് ആയിട്ടില്ല. അത് കംപ്ലീറ്റ് ആകാതെയാണ് ഇലക്ഷൻ നടന്നത്. അപ്പോൾ ഈ ഒരു സംഘടനാ തലത്തിൽ പൂർണ്ണിമയില്ലാതെ ബൂത്ത് കമ്മിറ്റികളെ സംഘടിപ്പിക്കാനും ബൂത്ത് കമ്മിറ്റികളിൽ നിന്ന് ആളുകൾ വീടുകളിൽ പോയി വോട്ട് അഭ്യർത്ഥിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം പലയിടത്തും ഉണ്ടായില്ല. അപ്പോൾ അതൊക്കെ ചില തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങൾ വീതം വെക്കണം എന്ന് വന്നപ്പോഴാണ് ഈ ഓരോ മണ്ഡലത്തിലും, ഇപ്പം ആലപ്പുഴ തന്നെ 90 മണ്ഡലങ്ങളിൽ പ്രസിഡന്റുമാരെ വെച്ചിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ സ്വാഭാവികമായി പഴയ പ്രസിഡന്റുമാരെ എന്നിട്ടാണ് കരുക്കൾ നീക്കുന്നത്. സുധാകരൻ ഇന്നലെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഒരു സീറ്റ് തന്ന് എന്നെ പറഞ്ഞുവിടാൻ നോക്കും, ഞാൻ ഇങ്ങനെയാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അല്ല, അത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത് അങ്ങനെ ചൊടിപ്പിക്കാൻ വേണ്ടി ചിലർ പറഞ്ഞല്ലോ, അയാള് ഞാൻ BJP പൊക്കളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ചാർജ് എടുക്കാൻ സമ്മതിച്ചത്. ഇപ്പോഴും എന്നെ മനസ്സിലായിട്ടില്ല എന്നാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലാണല്ലോ. ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും രണ്ടുപേരും കണ്ണൂർ കളരിയിൽ നിന്ന് വന്ന ആളുകളാണ്. പിന്നെ എന്ത് പറഞ്ഞാലും സുധാകരൻ വന്നതിന് ശേഷം പാർട്ടിക്കൊരു ഊർജം വന്നിരുന്നു. ഇപ്പൊ അതുണ്ടോ? അല്ല, അത് നിലനിൽക്കുകയല്ലേ.
അപ്പോൾ ഇങ്ങനെ ചെല്ലുമ്പോഴൊക്കെയുള്ള പിന്നെ പ്രസംഗത്തിൻ്റെ ഒരു ദാർഢ്യവും സ്വീകാര്യതയും ആളുകളെ ഒരുപാട് ചെറുപ്പക്കാരെ അങ്ങോട്ട് ആകർഷിച്ചു. കാരണം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുമ്പിൽ കിടന്ന് തല്ലുകൊള്ളുകയും പിടിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവരൊക്കെ ഒരു അശ്രദ്ധനായി നിൽക്കുമ്പോഴാണ് ഈ സുധാകരൻ ചാർജ് എടുക്കുന്നത്. അപ്പോൾ അവർ തമ്മിൽ ഒരു പ്രത്യേക ബന്ധം ജനങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ ചാർജ് എടുത്തപ്പോൾ തന്നെ കണ്ടില്ലേ, ആവേശം കൊണ്ട് ആ പ്രവർത്തകർ ഓടി വരികയായിരുന്നു. അത് അദ്ദേഹം സംഘടിപ്പിച്ചതാണോ? പ്രവർത്തകർക്കിടയിൽ ഇപ്പോഴും സ്വീകാര്യതയുണ്ട്. അതെ, അല്ല, അദ്ദേഹം പ്രവർത്തകരെ ഒപ്പം കൊണ്ടു നടക്കുന്ന പ്രവർത്തകർക്ക് എന്ത് പ്രശ്നം വന്നാലും തന്റെ ഇടത്തോടെ കൂടെ നിൽക്കുന്ന നേതാവാണ്. അല്ലാതെ അത് കോൺഗ്രസിൽ അങ്ങനെ ഒരാളില്ലായിരുന്നു, മുമ്പില്ലായിരുന്നു. സുധീറിന്റെ കാലത്തും ഇല്ലായിരുന്നു, മുല്ലപ്പള്ളിയുടെ കാലത്തും ഇല്ലായിരുന്നു. ഇദ്ദേഹം വന്നതിന് ശേഷമാണ് ഇടാ വിളിച്ചാൽ പോടാ വിളിക്കാനും എവിടെ ശിക്ഷ കിട്ടുന്ന ആളുകൾ വരികയും ചെയ്താൽ അവിടെയൊക്കെ ഓടിയെത്തി നിങ്ങളുടെ സംരക്ഷണത്തിന് ഞാനുണ്ട്. യൂത്ത് കോൺഗ്രസിനെയൊക്കെ പവർഫുള്ളാക്കി എടുത്തത് അദ്ദേഹത്തിന്റെ കിടക്കുമായിരുന്നു. അതെ അതെ, സമരം നടത്തുകയും മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ അവിടെയൊക്കെയുള്ള ഉശിരൻ പ്രസംഗങ്ങളുണ്ട്. അതൊക്കെ മതി പകുതി ഈ പാർട്ടിക്കാരെ ഒന്ന് ജ്വലിപ്പിക്കാൻ. അവസാനമായിട്ട് സാറേ, ഗ്രൂപ്പ് ഇല്ല എന്ന് പറഞ്ഞു വന്ന ആളാണ്, ഞാൻ ഇനി ഒരു ഗ്രൂപ്പിൻ്റെയും ഭാഗമല്ല എന്ന് പറഞ്ഞു വന്ന ആളാണ് സതീശൻ, പ്രതിപക്ഷ നേതാവ്. കെ സി വേണുഗോപാലും അദ്ദേഹം അഖിലേന്ത്യാ നേതാവ് എന്നുള്ള നിലയിൽ ഗ്രൂപ്പില്ല എന്ന് പറയുന്ന ആളാണ്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും അവരുടേതായ അനുയായി വൃന്ദവും ഗ്രൂപ്പും ഉണ്ട്. ഈ കെ സി വേണുഗോപാലാണ് കേരളത്തിലെ കാര്യങ്ങളിൽ അവസാന വാക്ക്. ഒരുപക്ഷെ സുധാകരൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ അദ്ദേഹം ഞാൻ അർഹനാണ്, യോഗ്യനാണെന്ന് ചിന്തിച്ചേക്കാം. അദ്ദേഹം യോഗ്യനാണ്. അപ്പോൾ കെ സി വേണുഗോപാലും അതിനെ വളരെ നേരത്തെ തന്നെ അദ്ദേഹം കരുക്കൾ നീക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗുരുവായ ചെന്നിത്തല ഇനിയിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെന്നിത്തലയ്ക്ക് മുകളിലാണ് വേണുഗോപാൽ. അപ്പോൾ ഈ സുധാകരനെ പോലെ ഒരാളെ വെട്ടി മാറ്റി അങ്ങോട്ട് നിർത്തിയാൽ റൂട്ട് ക്ലിയർ ആകും എന്ന് വേണുഗോപാൽ ചിന്തിച്ചിട്ടുണ്ടാവോ? സതീശനും മുഖ്യമന്ത്രി ആകണമെന്ന് വളരെയധികം തീവ്രമായി ആഗ്രഹിക്കുന്ന ആളാണ്. അദ്ദേഹം ഇന്റർവ്യൂവിൽ അതൊക്കെ പറയുകയും ചെയ്തിട്ടുള്ള ആളാണ്. അല്ല, മോഹമില്ലാത്ത ആർക്കാണ്? എല്ലാവർക്കും മോഹങ്ങളുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മോഹഭംഗങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇവിടെ ആര് വരുന്നു എന്നതിനേക്കാൾ അധികമായി ഇവരൊന്നും പറയത്തില്ല. എനിക്ക് ഗ്രൂപ്പുണ്ട് എന്ന് പറയാൻ പറ്റുമോ? സതീശനും പറയാൻ പറ്റത്തില്ല, ഹസനും പറയാൻ പറ്റത്തില്ല, വേണുഗോപാലിനും പറയാൻ പറ്റത്തില്ല, സുധാകരനും പറയാൻ പറ്റത്തില്ല. പിന്നൊന്ന്, സുധാകരൻ്റെ ചാർജ് എടുത്തപ്പോഴുള്ള ഒരു വാക്കുണ്ട്, അതെന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചതാണ്. കേഡർ സിസ്റ്റം കോൺഗ്രസിൽ കൊണ്ടുവരണം, സെമി കേഡറെങ്കിലും ആക്കണം. പക്ഷെ അതാക്കാൻ സമ്മതിക്കത്തില്ല. കാരണം എല്ലാവരും ഓരോരുത്തർക്കും ഓരോ പറ്റം ശിങ്കിടികളുണ്ട്. ആ ശിങ്കിടികളെ കൊണ്ട് വെച്ച് പാർട്ടി കൊണ്ട് നടക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ വീഴ്ചകളുണ്ടാവും. ആ വീഴ്ചകളെ തടുക്കാൻ സുധാകരൻ ശ്രമിച്ചപ്പോഴാണ് സുധാകരന് സ്വാഭാവികമായി എതിർപ്പ് വന്നത്. പക്ഷേ ഹസൻ ഈ സ്ഥാനം ഒഴിയാൻ നേരത്തെ തയ്യാറായിരുന്നു. അത് 4 വരെ തുടരണം എന്ന അർത്ഥത്തിൽ അങ്ങനെ ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ ഒഴിഞ്ഞപ്പോൾ ആളുകൾ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോൾ സുധാകരന് പെട്ടെന്ന് അയാൾ വികാരാധീനാകും. ആ വികാരം കുടുംബിരിക്കൊണ്ടപ്പോഴാണ് അവിടെ നടത്തിയ പല ഹസൻ നടത്തിയ പരിഷ്കാരങ്ങളും മാറ്റിമറിക്കും എന്ന മട്ടിലേക്ക് വന്നത്. മാമ്പറം ദിവാകരനെയും പിന്നെ ഇയാള് ഉണ്ടല്ലോ ലത്തീഫ്, അബ്ദുൽ ലത്തീഫ് ആറ്റിങ്ങൽ, അയാളെയും ഒക്കെ തിരിച്ചെടുത്തു. അപ്പോൾ സ്വാഭാവികമായ ഒരു ഇലക്ഷൻ ടൈമിൽ തിരിച്ചെടുക്കും. അതൊക്കെ ഹസൻ്റെ മാത്രം ഒരു നിയോഗം കൊണ്ടല്ല, ഇലക്ഷൻ അവരുടെ സംഭാവന കൂടി ഉണ്ടാവട്ടെ എന്ന മട്ടിൽ ചെയ്യുന്നതാണ്. അപ്പോൾ എന്നാൽ കുറ്റവാളികളായ ആളുകൾ പുറത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് പേർ. പിന്നെ ഈ തെരഞ്ഞെടുപ്പിലും ഒരുപാട് പേർ തെറ്റ് ചെയ്തവരും കാലുവാരിയവരുമൊക്കെ അധികാര സ്ഥാനങ്ങളിലേക്ക് വരികയും തെരഞ്ഞെടുപ്പിൻ്റെ മുന്നണിയിൽ നിന്നുകൊണ്ട് സിന്ദാബാദ് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മളന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആ പേരൊന്നും ഇനി എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ സിന്ദാബാദ് വിളിച്ചവരും കാലുവാരിയവരും എങ്ങനെ അതൊക്കെ വോട്ടാക്കി മാറ്റിയോ അതോ വീണ്ടും കാലുവാരിയോ എന്നുള്ളതും കൂടെ നമുക്ക് ജൂലൈ 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ അറിയാം. അത് കഴിഞ്ഞാലും കോൺഗ്രസിനകത്ത് ഈ ഗ്രൂപ്പ് കാണണം. കാരണം അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള വ്യഗ്രതയിലാണ് ഈ ഒരു സംഘത്തെ കൊണ്ട് നടക്കുന്നത്. ആ സംഘമാണെങ്കിലും തങ്ങൾക്കൊരു ഒരു ഗോഡ് ഫാദർ വേണം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കീഴിൽ വരികയും ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ഇവർ പരസ്പര പൂരകമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും
കോൺഗ്രസ് പോകത്തില്ല, കോൺഗ്രസ് ഉണ്ടാവും. അപ്പോൾ കോൺഗ്രസിനകത്ത് കോൺഗ്രസ് ഉണ്ടാകും, പക്ഷേ സുധാകരൻ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ അല്ല, പ്രസിഡന്റ് സ്ഥാനത്ത് സുധാകരൻ തുടരുമോ എന്നുള്ളത് നമുക്ക് പുനർചിന്തയുണ്ട്. എന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ചില ഭീഷണികളും ഒക്കെ ഉണ്ട്. ഞാൻ BJP-യിലേക്ക് പോകും ഇല്ല, എന്നൊന്നും അങ്ങനെ അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു അത് കൊണ്ടുവന്നാൽ പോലും അദ്ദേഹത്തെ ചിന്ത പരത്തുന്നതാണ്. അങ്ങനെ ഒരു BJP-യിലേക്ക് അയാൾ ചെന്ന് അങ്ങനെ അയാളെ എടുത്തിട്ട് BJP-ക്കാരൻ എന്ത് ചെയ്യാനോ, സുധാകരനെ പോലെ ഒരാളെ കിട്ടിയ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന്റെ കൂടെ കുറെ അനുയായികളില്ലേ? അല്ല, അനുയായികളൊന്നും ചെല്ലത്തില്ല. അല്ല, ഇതിനകത്ത് സുധാകരൻ KPCC പ്രസിഡന്റാണ്. അദ്ദേഹം BJP-യിലേക്ക് ചെന്നാൽ അത് ഇവിടെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനപ്പുറം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ നമ്മൾ വാർത്ത കാണുന്നതാണല്ലോ, കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രസിഡന്റ് BJP-ക്കൊപ്പം എന്ന് പറയുമ്പോൾ തന്നെ ആ ചിത്രം മാറി മറിഞ്ഞില്ല. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വരെ അതൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ BJP. ഇനിയിപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. ഇപ്പം ഇദ്ദേഹം ചെന്ന് കഴിഞ്ഞാൽ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കാൻ പറ്റും. നെത്തോലിയെ കിട്ടുന്നവരല്ല തിമിംഗലത്തിനെ കിട്ടുന്നത്. അല്ലല്ല, അത് ഇപ്പൊ കിട്ടിയ ഒരു തിമിംഗലം ആരാ? പത്മജ. മറ്റൊരു തിമിംഗലം ആരാ? അനിൽ ആന്റണി. അല്ല, ഈ പത്മജയുടെ കാര്യത്തിൽ നമുക്കിവിടെ അത് അത്ര പ്രാധാന്യമില്ലാന്ന് തോന്നുന്നെങ്കിലും BJP സംബന്ധിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ മുൻ മുഖ്യമന്ത്രി, അത് കേരളത്തിന്റെ കരുത്തനായ മുഖ്യമന്ത്രിയുടെ മകളാണ് BJP-യിലേക്ക് വന്നത്. അത് നിസ്സാര കാര്യമല്ല. അതൊക്കെ ഈ പ്രചരണത്തിന് ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ ഇവരെ കൊണ്ടൊന്നും ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളത്തില്ല. പിന്നെ ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? പാർട്ടിക്ക് വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻ എന്താണ്? വർക്ക് ഫ്രം ഹോം ആണെന്നാണ് മുരളീധരൻ പറയുന്നത്. മാറി ഫീൽഡിൽ ഇറങ്ങുന്നവർ വരട്ടെ. ഓക്കെ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.